ഹലോ ഡിയർ സ്റ്റുഡൻസ്, പ്രസിഡൻസി എൻട്രൻസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ട് സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദി ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദ ഹൈറ്റ് h at which the weight of a body will be the same as that at the same depth h from the surface of the earth is dash. Okay, radius of the earth is taken as r, capital R ആയിട്ട് എടുത്തേക്കണം. Effect of the rotation of the earth is neglected. Options എന്താ? r divided by 2. Option A r divided by 2. Option B root 5 divided by 2 into r minus r. Okay. Option C root 3 r minus r divided by 2, and lastly option D root 5 r minus r divided by 2. Okay, in the question the height at which the weight of the body will be the same as that at the same depth h. Okay, earth നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എർത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹൈറ്റ് ഒരു ബോഡി വെൻ ഇറ്റ് ഈസ് എബവ് ദി സർഫസ് ഓഫ് ദി എർത്ത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വ്യത്യാസമുണ്ട്. കാരണം ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും. സോ ഏതോ ഒരു പോയിന്റിൽ സപ്പോസ് ദ സർഫസിൽ നിന്ന് എബവ് ഒരു പോയിന്റ്, സപ്പോസ് ആ ഹൈറ്റ് h ആണ്. ആ h ഹൈറ്റിൽ ആക്ട് ചെയ്യുന്ന ആ ബോഡിയുമേ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓക്കെ അത് ഈക്വലൻ്റ് ആണ് എപ്പോൾ, അല്ലെങ്കിൽ വെൻ കമ്പയർഡ് ടു അനദർ ഫോഴ്സ് വെൻ ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദി സർഫേസ്. അല്ലേ, എർത്തിൻ്റെ സർഫേസിന് താഴെ ഒരു h ഡിസ്റ്റൻസ് താഴെ ആ ബോഡിയുമേ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ വാല്യൂ, അങ്ങനത്തെ എച്ചിൻ്റെ വാല്യൂ എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ രണ്ട് പോയിന്റിലും എബവ് ദി സർഫേസും ബിലോ ദി സർഫേസും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെയിം ആകുന്ന ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ h ഹൈറ്റ് അല്ലെങ്കിൽ h ഡെപ്ത് ഏതാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് F ഈസ് ഗിവൺ ബൈ ഓക്കെ mg സപ്പോസ് എബവ്. ഓക്കെ, സർഫസിൻ്റെ മുകളിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെൻ ദി ഒബ്ജക്റ്റ് ഈസ് എബവ് ദി സർഫസ് ഓഫ് ദി എർത്ത്, അതിൻ്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ് ഗിവൺ ബൈ mg എബവ്. ഓക്കെ, ഇനി ദി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി വെൻ ഇറ്റ് ഈസ് ബിലോ ദ സർഫസ്, അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് mg ബിലോ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഓക്കെ, h കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എബവ് ഈസ് ഗിവൺ ബൈ നമുക്കറിയാം g ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ r പ്ലസ് h ഹോൾ സ്ക്വയർ. അതാണ് ഫോർമുല ഫോർ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി വെൻ ഇറ്റ് ഈസ് എബവ് ദി സർഫേസ് ഓഫ് എർത്ത്. അത് നമുക്കറിയാം. ഇനി RHS എന്താ? ദി ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി വെൻ ഇറ്റ് ഈസ് ബിലോ. ഓക്കെ, വെൻ ഇറ്റ് ഈസ് ബിലോ. ഓക്കെ, അതിൻ്റെ ഫോർമുല നമുക്കറിയാം gm divided by r cube. Okay, r cube into r minus h. Okay, ഇതാണ് ഫോർമുല. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വി അറൈവ് അറ്റ് ദിസ് ഇക്വേഷൻ. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം gm is there. ഇപ്പോൾ ക്യാൻസൽ ആയിപ്പോയി. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ഉത്തരം റിസൾട്ട് ഇസ് r cube equal to r plus h whole square into r minus h. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ നോക്കുക, r plus h whole square, രണ്ട് r plus h. ഓക്കെ, അതിലത്തെ ഒരു r plus h എടുക്കുക ഇൻറ്റു r minus h എടുക്കുക. r plus h ഇൻറ്റു r minus h ഇസ് ലൈക്ക് ഇൻ ദ ഫോം ഓഫ് a plus b ഇൻറ്റു a minus b. അതെന്താ? a square minus b square. സോ നമുക്ക് കിട്ടുന്നത് r square minus h square into നമ്മുടെ റിമൈനിങ് r plus h. ഓക്കെ, r cube equal to this whole is equal to r cube. നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക്, വി അറൈവ് അറ്റ് എ ക്വാഡ്രാറ്റിക് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു h square plus rh minus r square equal to 0. ഓക്കെ, ഈ സ്റ്റെപ്പ് ട്രിവിയലാണ്, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഞാൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. സോ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഒട്ടുമിക്ക പേർക്കും വിൽ അറൈവ് അറ്റ് ദിസ് ക്വാഡ്രാറ്റിക്. ഓക്കെ, h square plus rh minus r square equal to 0.
ഇനി നമുക്കറിയാവുന്നത് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല അറിയാം. സോ ഹിയർ h is the what we have to find out, h equal to minus b plus or minus square root of b square minus 4ac divided by 2a. Okay, ഇതാണ് ക്വാഡ്രാറ്റിക്കിൻ്റെ സൊല്യൂഷൻ ഫോർമുല ഫോർ ദാറ്റ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഉണ്ട്. എ ഇവിടെ എ ഈസ് നത്തിങ് ബട്ട് 1. ഓക്കെ, എ ഈസ് 1, ബി ഹിയർ ഈസ് ഇവിടെ എന്താ പ്ലസ് ആർ അല്ലേ. ഓക്കെ, സോ ആർ, സി ഈസ് മൈനസ് ആർ സ്ക്വയർ. സോ ഈ വാല്യൂസ് ഈ ഫോർമുലയോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ബിക്കംസ് ദിസ് ഫോർമുല ബിക്കംസ് മൈനസ് ബി. സോ മൈനസ് ആർ plus or minus square root of b square. So here it is r square minus 4 into a എന്താ 1 അല്ലേ, 1 into c is minus r square. So minus r square. Okay, divided by 2 into a is nothing but 1. So ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം we arrive at an answer of 5 root r മൈനസ് നമുക്ക് കിട്ടുന്ന ഉത്തരം r root 5 മൈനസ് r ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദിസ് പ്ലസ് ഓർ മൈനസ് ആണ് സംഭവം. അപ്പോൾ ഈ ടേം ഉണ്ടല്ലോ, ഈ ഭാഗത്തെ ടേം റൂട്ട് ഓഫ് ഈ ഹോൾ സ്ക്വയർ, ഓക്കെ, അത് നമ്മൾ വലിയ ടേമാണ്. r ഇൻറ്റു റൂട്ട് 5 ഈസ് എ ബിഗർ ടേം ആൻഡ് r ഈസ് എ സ്മോളർ ടേം. സോ ഗ്രേറ്റർ മൈനസ് അല്ലെങ്കിൽ സ്മോളർ മൈനസ് ഗ്രേറ്റർ ഇറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ എച്ച് നെഗറ്റീവ് ആകാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് തിരിച്ചു വെച്ചേക്കുന്നത്. സോ r റൂട്ട് 5 മൈനസ് r, ഓക്കെ, ഡിവൈഡ് ബൈ 2. ഇതാണ് ശരിക്കും അതിൻ്റെ വി അറൈവ് അറ്റ് ദിസ് ആൻസർ. സോ നമ്മൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ, റൂട്ട് 5 ഇൻറ്റു r മൈനസ് r ഡിവൈഡഡ് ബൈ 2. ഓക്കെ, so that is the correct answer. So h is given by the formula. നമ്മൾ ഇപ്പോൾ r എന്താ റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. സോ റേഡിയസ് ഓഫ് ദി എർത്തിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി അറൈവ് അറ്റ് എ നമ്പർ. ഓക്കെ, ആ നമ്പറാണ് ഹൈറ്റ്. സോ ആ ഒരു ഹൈറ്റ്, ഫോർ എക്സാമ്പിൾ സർഫേസിൽ നിന്ന് ആ ഒരു ഹൈറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദറ്റ് ബോഡി വിൽ ബി ഈക്വൽ ടു ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ ബോഡി വെൻ ദി ബോഡി ഈസ് കെപ്റ്റ് അറ്റ് എ ഡെപ്ത് ഈക്വൽ ടു ദാറ്റ് ഹൈറ്റ്. ആ ഡെപ്തിൽ കീപ്പ് ചെയ്താലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ വി ഹാവ് ദി കറക്റ്റ് ആൻസർ ആസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An ideal cell of EMF 10 volt is connected in circuit as shown in the figure. Okay, each resistance is 2 ohm. എല്ലാ റെസിസ്റ്റൻസും 2 ohm ആണ്. The potential difference across the capacitor when it is fully charged is dash. ഓക്കെ, ഈ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ദർ ആർ റെസിസ്റ്റൻസ്. ഓക്കെ, ദിസ് ഈസ് R1. ഓക്കെ, ഇവിടെ R1 റെസിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് R2. ഓക്കെ, ഇത് R3 ആൻഡ് ദിസ് ഈസ് R4. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഈ കപ്പാസിറ്ററിനോട് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, അതായത് പോയിന്റ്, നമ്മളൊരു പോയിന്റ് പറയുകയാണെങ്കിൽ PQ. ഓക്കെ, ഈ രണ്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കണ്ടീഷൻ, ദ കപ്പാസിറ്റർ ഇറ്റ് ഈസ് ഫുള്ളി ചാർജ്ഡ്. ഓക്കെ, ഒരു കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആണെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, സോ എഫക്റ്റീവ്ലി ദിസ് പാർട്ട്, ഈ ഒരു ബ്രാഞ്ച്, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു, ഈ ഒരു ബ്രാഞ്ച് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കുക. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് 2 ohm ആണ്. 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാത്തിനും 2 ohm റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ബ്രാഞ്ച് ശ്രദ്ധിക്കുക, R1 and R2. ഓക്കെ, R1 and R2 രണ്ടും 2 ohm ആണ്. ദേ ആർ ഇൻ സീരീസ് അല്ലേ, ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്താൽ മതി. R1 plus R2 ഈസ് ഈക്വൽ ടു ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് സീരീസ്. ആ ഒരു റെസിസ്റ്റൻസ് ഈസ് ഇൻ പാരലൽ വിത്ത് R3. ഓക്കെ, R3യുമായിട്ട് ആ ഒരു റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് പാരലായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൺ തിങ്. ഇനി വേറൊരു കാര്യമുള്ളത്, കറണ്ട് എങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, കറണ്ട് എങ്ങനെ പാസ് ചെയ്യും ശ്രദ്ധിക്കേണ്ടത് എന്താ, 4 ഇപ്പോൾ 2 + 2 വി ഹാവ് 4 ohm ഇവിടെ കിട്ടി. ഓക്കെ, ഈ സീരീസിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട്
ഇവിടെ 2 ഓം മാത്രമുള്ളൂ R3. അപ്പോൾ കറണ്ട് ഏതിൽ കൂടെ കൂടുതൽ പാസ് ചെയ്യുക? റെസിസ്റ്റൻസ് കുറഞ്ഞ റെസിസ്റ്ററിലൂടെ അല്ലേ? അപ്പോൾ ഇവിടെ കുറഞ്ഞത് ഏതാണ്? R3. ഓക്കെ, അപ്പോൾ നമുക്ക് 4:2 വിച്ച് ഈസ് 2:1 റേഷ്യോയിലാണ് ഈ പറഞ്ഞ കറണ്ട് എത്ര വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ആ വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ് 2:1. ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം, അതായത് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. അതിന് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് സീരീസ് അറിയാലോ. സീരീസ് അറിയാം. സീരീസ് നമുക്ക് സീരീസ് അടക്കം ഇതിൻ്റെ റിസൾട്ടൻറ്റ് നമുക്ക് ഓൾറെഡി ആഡ് ചെയ്താൽ മതി. സ്റ്റെപ്പിലോട്ട് പോകുന്നതന്നെയില്ല. 2 + 2 അതാണ്. അപ്പോൾ 4 ഓം ആണ് ഇതിൻ്റെ R1 + R2യുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഇൻ പാരലൽ വിത്ത് R3. അപ്പോൾ 1/RP effective resistance in this parallel combination is given by 1/R1 + R2. ഓക്കെ, അതായത് ഈ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ പ്ലസ് 1/R3. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R3 + R1 + R2. ഓക്കെ, ഡിവൈഡഡ് ബൈ R1 + R2 into R3. Okay, ഇത് 1/RP ആണ്. So RP is the reciprocal of this. So RP is given by R1 + R2 into R3 divided by R1 + R2 + R3. Okay, ഇത് ഈ ഒരു ബ്രാഞ്ച് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ്. പിന്നെ നമുക്ക് R4 മറക്കാൻ പറ്റില്ല. വി ഓൾസോ ഹാവ് R4. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ സീരീസ് കോമ്പിനേഷൻ വിത്ത് ദി റിസൾട്ടൻറ്റ് ഓഫ് ദിസ് വാട്ട് വി ഹാവ് ഫിഗർഡ് ഇറ്റ് ഹിയർ നൗ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഓക്കെ, സർക്യൂട്ടിൻ്റെ ആകെ മൊത്തം റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ ദി ഒരു വാല്യൂ പ്ലസ് R4. സോ R1 + R2 into R3 divided by R1 plus R2 plus R3 plus R4. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് വാല്യൂസ് ഓഫ് ദ റെസിസ്റ്റൻസ് സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ R is given by 2 + 2 into 2 divided by 2 + 2 + 2 + 2. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 + 2 4 into 2 8 divided by 6 + 2. Okay, we have 8 plus 2 into 6 divided by 6. We have 8 plus 12, 20 by 6 can be reduced to 10 by 3. So 10 by 3 ohm is the effective resistance of this circuit. Okay, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കറണ്ട് കണ്ടുപിടിക്കാം? We can find out current as V by R. Okay, we have voltage നമുക്ക് തന്നിട്ടുണ്ട് 10 volt. ഓക്കെ, കറണ്ട് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു 10/3. സോ 3 ആംപിയർ ആണ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, എങ്ങനെയാണ് ഈ പറഞ്ഞ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ബ്രാഞ്ച്. ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 2:1. 3 ആംപിയർ ഇവിടം വരെ ഉണ്ട്. ഓക്കെ, 3 ആംപിയർ ഇവിടം വരെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് പോകുന്ന കറണ്ട്, ലെറ്റ്സ് കോൾ ഇറ്റ് I1 ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. പിന്നെ I3 ഈസ് നത്തിങ് ബട്ട് 2 ആംപിയർ ആണ്. ഓക്കെ, 3 ആംപിയർ ഒരു ജംഗ്ഷൻ പോയിന്റിലോട്ട് പോയി, അവിടെ നിന്ന് 1ഉം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി. കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് വേണ്ടത് എന്താ? P and Q എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി ടേക്കൺ ആസ് P and ദിസ് പോയിന്റ്. ലെറ്റ്സ് കോൾ ഇറ്റ് Z. നെറ്റ് എഫക്റ്റ് സെയിം ആണ്. ഓക്കെ, ഇറ്റ് മീൻസ് ദ സെയിം തിങ്. സോ അവിടെ ഈ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് PQ. ഓക്കെ, V suffix PQ, potential difference across points P and Q. So that is given by I1. Okay, I1 into R1. Okay, resistance 1 plus I, which is the total current. കാരണം ഈ ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുക, ഈ ഒരു പോയിന്റ്. ഓക്കെ, ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ പോകുന്നത് ഇറ്റ് ഈസ് ദി ടോട്ടൽ കറന്റ് വിച്ച് ഈസ് 3 ആംപിയർ അല്ലേ. സോ I into we have resistance of the fourth resistor R4. So I നമുക്കറിയാം 1 ആണ്. R1, the value of the resistor R is 2 ohm plus the current, total current is 3
and R4, the value of the resistor R4 is 2 ohm. So we get 2 plus 6, 8 volt. Okay, 8 volt ആണ് the potential difference across the points PQ, or we can say PZ. രണ്ടും effectively same ആണ്. Okay, so that is the answer. So this is not a multiple choice, this is a numerical answer type. So 8 volt is the potential difference across the capacitor when it is fully charged. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.